ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ ഇന്ന് എനിക്ക്. അപ്പോൾ എന്താണ് സന്തോഷം എന്നൊക്കെ അറിയാം, നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണാൻ നോക്കണം കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന എനിക്കറിയാം, കുറേ പേര് ലൈക്ക് ചെയ്തിട്ടേ കാണാറുള്ളൂ, മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ മറന്നുപോയവരാണെങ്കിൽ ചെയ്തിട്ട് കാണണം കേട്ടോ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാലോ. ഇന്ന് എൻ്റെ മൂത്ത മോൻ വരുന്ന ദിവസം കേട്ടോ. എന്താണ് എൻ്റെ മൂത്ത മോൻ്റെ പ്രത്യേകത എന്നല്ലേ, എനിക്കാകെ 2 മക്കളാണല്ലോ ഉള്ളത്, 2 ആൺകുട്ടികൾ. അപ്പോൾ അതിൽ ചെറിയ മോൻ്റെ ഭാര്യയും ദുബായിലാണ്, ഇവിടെ ജോലി ആവശ്യാർത്ഥം ദുബായിലാണ് താമസം. മൂത്ത മോന് കോഴിക്കോടാണ്, മൂത്ത മോൻ്റെ ഭാര്യയും. ഇപ്പം മൂത്ത മോന് പിന്നെ PG MBBS കഴിഞ്ഞ് 3 വർഷം PG എടുത്ത്, അതിൻ്റെ ഇന്നലായിരുന്നു അതിൻ്റെ ലാസ്റ്റ് എക്സാം, PG ഓർത്തോ. അങ്ങനെ എൻ്റെ മോന് PG എല്ലാം പഠിച്ച് കഴിഞ്ഞ് എക്സാം ഇന്നലെ കഴിഞ്ഞ് ഇന്ന് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക് വരിക. തിയറിയെ കഴിഞ്ഞുള്ളൂ, പ്രാക്ടിക്കൽ കഴിഞ്ഞില്ല. എന്നാലും തിയറി കഴിഞ്ഞു. ഉമ്മ തിയറിയാണല്ലോ, പഠിച്ച് സംസാരിക്കാനും ഒഴിവില്ല. തിയറി എക്സാം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പഠിക്കണമല്ലോ. ഇപ്പം ഈ ഒരു ഡോക്ടർ ആവുക എന്നുള്ളത് രക്ഷിതാവായി നമുക്കറിയാം അതിൻ്റെ ഒരു പ്രയാസം കേട്ടോ. LKG തൊട്ട് എത്ര വർഷമായി പഠിക്കുന്നു, പഠനം. കുടുംബമില്ല, എന്തെങ്കിലും കുടുംബത്തിൽ കല്യാണമെങ്കിൽ അതിനും പോകാൻ പറ്റില്ല. അങ്ങനെ ഇരുന്ന് പഠിച്ച് ഇന്ന് എൻ്റെ മോന് ഒരു PG കഴിഞ്ഞ ഒരു ഓർത്തോ ഡോക്ടറായിട്ട് ഇന്ന് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പം മോനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങുക കേട്ടോ. സ്വീകരിക്കുന്നൊന്നും മോനെ അറിയില്ല, ഇന്ന് വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. ഒരു ദിവസത്തിനാണ് വരുന്നത്, ഇനിയും അങ്ങോട്ടേക്ക് തന്നെ പോടെ. എന്നാലും കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്ത് വരിക. മോനും മോൻ്റെ ഭാര്യയുണ്ട്. അപ്പോൾ വരുമ്പോൾ പിന്നെ എനിക്ക് കുറേ പണികളാണ്. മക്കൾ വിളിച്ച് പറയും വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്താ ചെയ്യാന്നറിയോ, ഓലൊക്കെ റൂം ഞാൻ അങ്ങ് അടച്ചിടല. ഞാൻ പിന്നെ തുറക്കാനൊന്നും പോക്കില്ല. ഞങ്ങളെ റൂമുമായിട്ടും കഴിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ റൂം നന്നാക്കണം, എല്ലാ സൗകര്യം ചെയ്ത് വെക്കണം. അപ്പോൾ ചെയ്ത് വെച്ചില്ലെങ്കിൽ ഒരു പരാതി മോനില്ല കേട്ടോ. പക്ഷെ എൻ്റെ ഇഷ്ടം, എൻ്റെ മോൻ വരുമ്പോൾ എനിക്ക് നല്ല റൂമൊക്കെ അലങ്കരിച്ച് മോനെ സ്വീകരിക്കണം എന്ന് എനിക്കൊരാഗ്രഹം. നവീരി നമുക്ക് അന്നൊക്കെ ചെയ്യുന്നത് കാണാമല്ലോ. ഫസ്റ്റിൽ ബെഡ്ഷീറ്റ് അങ്ങ് മാറ്റട്ടെ, ബെഡ്ഷീറ്റ് അങ്ങ് എടുക്കുക. എന്നിട്ട് ഇതൊക്കെ ഞാൻ തുടച്ച് മിനുക്കി വെച്ചതാണ്. അത് ഞാൻ ദിവസം ചെയ്യൂ, അടിച്ചു വാരി തുടക്കലൊക്കെ ദിവസം ചെയ്യൂ. പിന്നെ എന്താന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റ് മാറ്റുക, ജനല്, അൽമാറിൻ്റെ അവിടെ അതൊക്കെയാണ് പണി. അപ്പം ഞാൻ ആദ്യം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റട്ടെ കേട്ടോ. ഒന്ന് ഇവിടെ നിന്ന് അങ്ങ് തുടച്ചാട്ടെ. മോന് ഒരു തുമ്പലിൻ്റെ ആളാണ്. പുതിയ ബെഡ്ഷീറ്റ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതാ. കുറേ ആയി വന്നിട്ട്, എപ്പോഴെങ്കിലും ഒന്ന് വന്നു പോവുക, അധികം നിൽക്കേയില്ല. പഠനത്തിലേക്ക് അങ്ങ് ലയിച്ച് ചേർന്നിട്ട് പുതിയത് ഞാൻ വാങ്ങി വെച്ചതിന് വരുമ്പോൾ ഒന്ന് വിരിച്ച് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ പിന്നെ കൊണ്ടുപോവാം. കോട്ടണേ ഇഷ്ടമുള്ളൂ, അതാ ഈ കോട്ടൺ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റ് പുതിയതൊക്കെ ആൾക്കൊന്നും അറിയില്ല, ഞാൻ ഒരുക്കണമൊന്നും. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കഴിഞ്ഞ് ഇനി അടുത്ത പണി ബാത്റൂമിൻ്റെ സൗകര്യങ്ങൾ, ബാത്റൂമിൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കണം. ഇതെല്ലാം കഴിഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ വിരിച്ച് നോക്കി നിൽക്കാൻ. 2 ഫാനാണ്, ഒരു ഫാന് മുകളിലും ഒരു ഫാൻ ഇവിടെ ചെയ്യാം. ഭയങ്കര ചൂടുകയല്ല, ഇപ്പം അതിൻ്റെ ആവശ്യമല്ല, ഈ ഫാൻ എടുത്ത് മാറ്റണം, ഒന്ന് മതി. അങ്ങനെ ബാത്റൂമിൽ കൊണ്ടുവെക്കട്ടെ, സോപ്പ്, പേസ്റ്റ്, തോർത്ത് എല്ലാം കൊണ്ട് റെഡിയാക്കി വെക്കട്ടെ. ഒരു ചെടിയും കൂടി കൊണ്ടുപോയി വെച്ചാട്ടെ, റൂമിന് ഒരു അലങ്കാരമാണ്, വായു ശുദ്ധീകരണത്തിന് നല്ലതാണ്, എല്ലാം കൊണ്ടും നല്ലതാണ്. ഇവിടെ വന്നോട്ടെ, അതും വെച്ചു. ഇനി ഫുഡ് ഉണ്ടാക്കാൻ ഒരുങ്ങട്ടെ. റൂമൊക്കെ ഒരുക്കി എല്ലാം വൃത്തിയാക്കി, വീടിൻ്റെ എല്ലാം അടിച്ച് വാരി തുടച്ച് ഷീറ്റ് വിരിച്ച് എല്ലാം കഴിഞ്ഞു കേട്ടോ.
തളർന്ന് ഫുഡ് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പോയപ്പോ പിന്നെ ഫുഡ് ഒരു കഴിച്ചിട്ടാ വരുന്നതെന്ന് പറഞ്ഞു. കാരണം രാത്രി 9, 10:30 ഇനിയിപ്പോൾ ചുരം ബ്ലോക്കൊക്കെ കുടുങ്ങും. ഇനിയത്തെ യാത്ര വയനാട്ടിലേക്ക് ഭയങ്കരമായ പ്രയാസമാണ്. കാരണം അവധിയാ, ഓണത്തിൻ്റെത് ഇത് പിന്നെ നബിദിനത്തിൻ്റെ ഒക്കെ അവധി ആയതുകൊണ്ട്. അപ്പോൾ പിന്നെ കേക്ക് വാങ്ങിയണോ, സർപ്രൈസ് ആയിട്ട് കേക്ക് മുറിക്കണം എന്നാ വിചാരിച്ചത്. കാരണം എക്സാമൊക്കെ കഴിഞ്ഞ് വരുന്നതല്ലേ, അപ്പോൾ കേക്ക് അപ്പോൾ വേണ്ട പോലും. കേക്ക് ഒരു ചെറിയൊരു പൊട്ട് പോലും കഴിക്കില്ല. അവിടെ പിന്നെ ആരും ഇല്ലല്ലോ, കേക്ക് വേണ്ട അമ്മ എന്നപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ മോന് ഇഷ്ടപ്പെട്ട പിസ്സ പിസ്സ അതാ ഇവിടെ രണ്ടെണ്ണം വാങ്ങി നല്ല അടിപൊളിട്ടോ. അങ്ങനെ വാങ്ങിയിട്ട് കാത്ത് നിൽക്കുന്നു, അതുവരെ എത്തിയില്ല. ബ്ലോക്ക് കൊടുക്കാന്ന് അറിയില്ല. ഏതായാലും ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നത് ഞാനങ്ങ് നിർത്തി വെച്ചു, വേണ്ട ഉണ്ടാക്കണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഉണ്ടാക്കാൻ സമ്മതിക്കൂല, അങ്ങനെ ഒരു ഇതുണ്ട്. എനിക്ക് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക, ഞങ്ങളെയും കൊണ്ടുപോയി ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊക്കെ താല്പര്യം. ഏതായാലും ഇഷ്ടപ്പെട്ടത് വാങ്ങി കാത്ത് നിൽക്കുക. ഞാൻ വിളിച്ചു നോക്കട്ടെ കേട്ടോ. സമയം കുറേ ആയി, ഉറക്കം ഇനി കാത്തിരിക്കുക. പേടിയാ, വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കൂ. ഞാൻ വിളിച്ചോണ്ടിരിക്കല കേട്ടോ, ഉറങ്ങാതെക്കാൻ വേണ്ടിയിട്ട്. യാത്ര ചെയ്യല്ലേ, സമയം ഇപ്പം എത്ര, 1 മണി. ഞാൻ വിളിച്ചു നോക്കട്ടെ എവിടെ എത്തി എന്നുള്ളത്. എന്നാൽ അതിനനുസരിച്ചിട്ട് ഉറക്കങ്ങ് പോയി ഇങ്ങനെ കാത്തു നിന്നിട്ട്. ഹലോ മുത്ത, എവിടെ എത്തി? ഇനിയൊരു 1 മണിക്കൂർ മാക്സിമം. ചുരം കഴിഞ്ഞോ? ഇപ്പൊ കഴിയും, ഒരു 2 വളവും കൂടി. തിരക്കുണ്ടോ റോഡ്? ഇല്ല, ഭയങ്കര തിരക്കൊന്നുമില്ല. എന്നാലും വാഹനം അങ്ങനെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട് അല്ലേ? സമയം ഇപ്പൊ 1 മണി കഴിഞ്ഞു കേട്ടോ. മക്കളെ, ഞാൻ ഉറക്കം ഇനി ഫോൺ ചെയ്ത് അറിയോ, എന്റെ മോനെ ഈ ഓണ ഡ്രസ്സിനാ ഉറങ്ങിയോ? എവിടെന്നെങ്കിലും അവിടെ കിടന്ന് ഉറങ്ങിയിരുന്നോ കാർന്ന്? വിശന്നിരുന്നു. അപ്പോൾ മക്കളെപ്പാ വന്നതെന്നറിയോ? രാത്രി 2:30 അതുവരെ ഉറങ്ങാണ്ട മക്കളെ കാത്തു നിന്ന്. ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കണം, എനിക്ക് ഉറങ്ങിപ്പോണ പേടിയാ. വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ മൂടങ്ങ് മാറും, പാതിര നേരമായാലും ഉറങ്ങൂല. അങ്ങനെ വന്ന് വരും. ഞാനിപ്പോഴേ എല്ലാം അറിയോ, എൻ്റെ അലക്കൽ സെക്ഷനിലാണ്. വരുമ്പോൾ കൊണ്ടുവന്നത് നോക്കി, ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണല്ലോ. ഹോസ്റ്റലിൽ നിന്ന് നേരെ ഓളെ വീട്ടിൽ പോയിട്ട് ഓളെയും കൂട്ടിയിട്ടാണല്ലോ വരുന്നത്. ഇത് ഫുള്ള് കുത്തി നിറച്ച് കൊണ്ടുവന്നിട്ട് അലക്കാൻ എനിക്കിഷ്ടമാണ്. എൻ്റെ മോനെ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ എത്ര കൊണ്ടുവന്നാലും അലക്കുന്നില്ല, എനിക്ക് ക്ഷീണമല്ല, എനിക്കത് ഇഷ്ടമേ ഉള്ളൂ. എന്നാലും രാത്രി 2:30 ഉറങ്ങാണ്ട് തന്നെ എനിക്ക് അലക്കാനാണ് ഇഷ്ടം. പിന്നെ ദേഷ്യം പിടിക്കും ഉറങ്ങാണ്ടെന്നാൽ. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഓണപ്പരിപാടി കഴിഞ്ഞ് വരികയല്ലേ കോളേജിൽ, അതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് അല്ല, ഇതൊന്നും ഞാൻ വാങ്ങിക്കൊടുത്തോന്നുമല്ല ഞങ്ങൾ. പിന്നെന്തൊക്കെ വേറൊരു മോഡൽ കേട്ടോ. ഞാൻ ഇപ്പം നോക്കുക അലക്കാൻ. ഇതൊന്നും വാഷിംഗ് മെഷീനിൽ ഇടൂല, ഇതൊക്കെ പുതിയതാണ്. ഇതിങ്ങനെ ഒരു ബെൽറ്റൊക്കെ എന്തോ ഉണ്ട് ഒട്ടിക്കുന്ന. ഇവർക്ക് പാൻറ് ഇട്ടിട്ടല്ലോ ശീലമുള്ളൂ, ഇങ്ങനത്തെ ഉണ്ട്. പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതില്ലേ, ഉടുക്കാൻ അറിയാത്തവർക്കൊക്കെ സുഖം തോന്നുന്നു കേട്ടോ. ഇങ്ങനെ എന്താ പോക്കറ്റും ഉണ്ട്, ഫോണൊക്കെ വെക്കാനാന്ന് തോന്നുന്നുണ്ട്. സംഭവം ഇതുമുണ്ടോ? ഏതായാലും ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഇതൊന്നും ഞാൻ മെഷീനിൽ ഇടൂല കേട്ടോ, ഇത് പുതിയതുമാണ്, കളറ് മാറ്റുക. ഡ്രസ്സ് നോക്കി, ഇത് മൊത്തം ഒന്ന് രാവിലെ ഇതൊക്കെ മെഷീനാട്ടോ, മെഷീനിലിട്ട് അലക്കുക. ഇത് ഓപ്പറേഷൻ തിയേറ്ററിലാണ്. ഇത് കാണുമ്പോൾ എന്തോന്ന് സന്തോഷം കൊണ്ടുണ്ടാകുന്നൊരു സങ്കടം വരില്ല, അതും അഭിമാനവും ഒക്കെ തോന്നുന്നു. എൻ്റെ മോന് ഓപ്പറേഷൻ തിയേറ്ററിൽ ഇടുന്നാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. MBBS പഠിക്കുമ്പോൾ ഒരു പച്ച കളറേനെ കാണല്, ഇതിനൊരു നീല കളർ. അപ്പം കാണുന്നത് PG കഴിഞ്ഞ് നോക്കൂ, PGക്ക് ഇതാണോ? ഇതെല്ലാം ഇതൊക്കെ അലക്കിയതാ. ഇനി എത്ര ഉണ്ട് അലക്കാൻ. എനിക്കെന്താണെന്നറിയോ, മോൻ വന്നാൽ പിന്നെ മോൻ്റെ കാറ് കഴുകി വൃത്തിയാക്കണം, മോൻ്റെ ചെരുപ്പ് വൃത്തിയാക്കണം, ഡ്രസ്സെല്ലാം അലക്കിയും തേച്ച് മടക്കി ബാഗിലിട്ട് കൊടുക്കണം. അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്, എനിക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യം. ഇതിനൊന്നും എനിക്ക് ക്ഷീണമില്ല, ഇന്ന് കൃഷിയൊന്നുമില്ല. എന്നിട്ട് ഉറങ്ങിയോട്ടെ എന്ന് വിചാരിച്ച്. എന്താണെന്ന് പറയുക, പാവങ്ങൾ ഇന്നിപ്പോൾ ഞങ്ങളെയും കൊണ്ട് പോവും. ഇടയ്ക്ക് എന്നറിയോ, ഇന്നലെ രാത്രിയേ പറയുന്നുണ്ട് ഓണസദ്യ ബുക്ക് ചെയ്യുന്നുണ്ട്. അതങ്ങനെയാ, വന്നാൽ പിന്നെ ഞങ്ങളെയും കൊണ്ട് ഒരു പോക്ക, പുറം ലോകം കാണിക്കല ഞങ്ങളെ.
ഇതെല്ലാം അലക്കി ഇതാ അങ്ങനെ ഞാൻ ഇതൊക്കെ ഇനി കല്ലും മുകളിൽ സൗകര്യമാക്കിയിട്ട് കാരണം ഞാൻ പണിക്ക് പോകുന്നൊരു പെണ്ണല്ലിരുന്നു ഇപ്പല്ലേ റിട്ടയർഡ് പുരക്കടങ്ങി അപ്പം എനിക്ക് രാത്രിയായിരുന്നു ഞാൻ അലക്കൽ ഒരു കാലത്ത് എൻ്റെ ജീവിതം അങ്ങനെ ഇരുന്നു പണിയെല്ലാം കഴിഞ്ഞ് രാത്രി അവിടുന്ന് അലക്കും മെഷീനിൽ ഇതിലിടും ഇവിടെ എല്ലാം അറിയിടും പിന്നെ അവിടെ തന്നെ ഒരു ബാത്റൂം കുളിക്കാനൊക്കെ സൗകര്യമുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് മുകളിൽ കാരണം ജോലിക്ക് പോകുന്നവർക്ക് ഇതൊക്കെ നിർബന്ധമാണ് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ലൈറ്റും കാര്യവും വെള്ളവും ഒക്കെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇനി ഞാൻ പണി തീർത്തിട്ട് വേണം മോൻ പറഞ്ഞിട്ടുണ്ട് ഒരുങ്ങണോ നമുക്ക് ഓണസദ്യക്കൊക്കെ പോകണം നിങ്ങളെ ഞാൻ കാണിക്കൂ കേട്ടോ എത്ര ഷർട്ടാണ് അലക്കിയത് ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് മോൻ്റെ ബാക്കിയുള്ള കാറൊക്കെ നിൽക്കാൻ മെഷീനുണ്ട് ഇപ്പം മെഷീനൊക്കെ വാങ്ങിയിട്ടല്ല അതിനോട് ഇങ്ങനെ അടിച്ച് വൃത്തിയാക്കി തുടച്ചു കൊടുക്കണം കാറൊക്കെ അപ്പോൾ ഞാൻ മെഷീനിലിടട്ടെ ഇതിടാൻ പറ്റൂല അത് വെള്ളയാ പുതിയതുവാ ഇങ്ങനത്തെ കുറേ പാൻറ്റുകളാണ് ഫുൾ കൈ ഷർട്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര പാടാട്ടോ അതൊക്കെ നോക്കണം എനിക്ക് ഇങ്ങനെയുള്ള തിരക്കാർ ഹാഫ് കൈ വാങ്ങണം ഇതിങ്ങനെ ചീർപ്പുണ്ടാവും ടവലുണ്ടാവും ഒക്കെ ഉണ്ടാവും ഇത് ലാസ്റ്റാ ഇനി ഞാൻ 3 ട്രിപ്പ് അലക്കി രാവിലെ അങ്ങോട്ട് എണീറ്റിട്ട് ഞാനിതായിരുന്നു പണി കറുപ്പ് ഞാനിതിലിടൂല കേട്ടോ കറുപ്പ് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞു എല്ലാം ഇട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളെ രാവിലെ പോകണം പോലും തിരിച്ചു പോകണം അപ്പം അലക്കൽ കഴിഞ്ഞ് വന്ന് ഞാൻ ഒലുക്കുള്ളത് ചൂടാക്കട്ടെ എന്താണെന്നറിയാം ഇന്നലെ തിന്നാനായില്ല പാവങ്ങൾക്ക് അപ്പം ഇന്ന് ഞാൻ ഓവണിലിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് പോലെ ഉണ്ടാവും അപ്പം ഞാനിത് ഇടട്ടെ കേട്ടോ ഇത് ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ ഞാനൊരു നാടൻ സാധാ ഫുഡ് കഴിക്കുന്നവരാ അങ്ങനത്തെ ഞാനാണിപ്പോൾ 2 തരം വാങ്ങിയിട്ടുണ്ടല്ലോ ഓവനിലിട്ട് അത് ഫ്രഷ് പോലെ ആവും കേട്ടോ ഇതാ കണ്ടോ എനിക്ക് രാവിലെ ഏറ്റവും ഇഷ്ടം എന്താ അറിയാനോട്ടോ പറയാൻ പറ്റുമോ കപ്പയൊക്കെ കപ്പ എനിക്കുള്ള കപ്പ എനിക്കുണ്ട് എനിക്കിതൊന്നും വേണ്ട ഇതിങ്ങനെ തുറന്നിട്ട് നമ്മൾ ഇതിൽ വെച്ചാൽ മതി ഇനി വേറൊരു സൂത്രം വെക്കണം അത് കാണിച്ചു തരാം എന്നാലേ ഓമണിൽ നല്ല അല്ലെങ്കിൽ ഇത് ഉണങ്ങിയ പോലെ ആയിപ്പോവും സോഫ്റ്റും ആവണം നല്ല ചൂടും ആവണ്ടേ ഇനി വേറൊരു സൂത്രം വെക്കണേ കാണിച്ചു തരാം ഒരു ഗ്ലാസ് എടുത്തിട്ട് കുറച്ച് വെള്ളം എടുക്കുക ഈ വെള്ളത്തിൻ്റെ കാരണം കൊണ്ട് എന്താ അറിയില്ല പിന്നെ നമ്മൾ ഉണങ്ങിയ പോലെ ആവൂല നല്ല സോഫ്റ്റും നല്ല ചൂടും ഉണ്ടാവും ഇത് പൊട്ടിയൊന്നുമില്ല കേട്ടോ ഈ വെള്ളം ചെരിഞ്ഞു പോവുക മറിഞ്ഞു പോവുക അങ്ങനത്തെ കേസ് കെട്ടൊന്നുമില്ല അങ്ങനെ തന്നെ നിൽക്കും ഇനി ഞാൻ വർക്ക് ചെയ്യട്ടെ സ്റ്റാർട്ട് ചെയ്യട്ടെ ബിസ്മില്ലാഹിർ കറങ്ങുന്നത് കണ്ടോ ഇങ്ങനെ അങ്ങനെ എടുക്കുക കേട്ടോ എനിക്കും ഒരു കാലത്ത് ഓവണൊന്നും ഇല്ലേനു മക്കളാളായപ്പോൾ വാങ്ങിയത് നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഓവണൊക്കെ ഉണ്ടല്ലോ ഞാൻ നിങ്ങളെ പോലെ സാധാ ആളാ ഇപ്പൊ ഇവര് വന്നപ്പം എന്താ ഗ്ലാസ് മറിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ പക്ഷെ സംഭവം നല്ല ചൂടാ ഭയങ്കര ചൂടാ എന്താ ഭയങ്കര ചൂടാ എന്താ നമുക്ക് ഗ്യാസും ഒന്നും വേണ്ട സൂപ്പറായിട്ട് മക്കളെ വിളിക്കട്ടെ അവരിതുവരെ ജോലി ചെയ്ത് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്തൊന്ന് വന്നതല്ലേ അപ്പം ഞാൻ എന്ത് വേണമെങ്കിലും അവരെ ഞാൻ നോക്കൂ സ്നേഹിക്കൂ കാരണം പാവങ്ങൾ രോഗികളെ പരിശോധിച്ച് നാടിനും വീടിനും എല്ലാം സേവനം ചെയ്യുന്ന നല്ല ഡോക്ടർമാരാവട്ടെ എൻ്റെ മോനും മോളും സൂപ്പർ ഇപ്പോൾ വീഡിയോകൾ കണ്ടല്ലോ മോൻ വന്നതും പിന്നീടുണ്ടായ മോൻ്റെ രാത്രി 11 നേരം കയറി വരുന്നതും ഫുഡും പിന്നെ മോൻ്റെത് ഫുൾ അലക്കി ക്ലീനാക്കലും കാരണം മോൻ ഹോസ്റ്റലിൽ നിന്നാണല്ലോ വരുന്നത് മോളെ വീട്ടിൽ പോയി കൂട്ടിക്കൊണ്ടുവരികയാണല്ലോ അതുകൊണ്ട് മോളത് ഒന്നുമില്ല മോൻ്റെ മാത്രമേ അലക്കാളുടെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിച്ചു ഞങ്ങൾ പുറത്തേക്ക് പോവുക എപ്പോഴും അങ്ങനെ തന്നെ വന്നാൽ ഞങ്ങൾ രണ്ടാളും കൂട്ടി ഒന്ന് പോവുക അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് ഇങ്ങനെ കണ്ടൊരു ഷാഹിദ സലീം എപ്പോൾ പേര് പറയണമെന്ന് വിചാരിക്കൂ
പക്ഷേ താങ്ക്സ് ട്ടോ. നല്ല കമന്റ് എഴുതും, കാണും, സ്കിപ്പ് ചെയ്യാതെ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ പറയണമെന്ന് വിചാരിച്ചു. ഇന്നലെ എനിക്ക് തിരക്കായിട്ട് മറന്നുപോയി. ഇനി വേറെ കുറച്ച് ആൾക്കാരോട് പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. സോറി. അതാണ് ഷാഹിദനെ ഞാൻ ഓർത്ത് ഇങ്ങനെ ഇന്നിപ്പം കണ്ടത് കൊണ്ട് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ എൻ്റെ മോൻ്റെ വരവ് സ്വീകരണം വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.